രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. മറുകര എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. എലീഷ പ്രവാചകനെ പോലെയോ അല്ലെങ്കിൽ അതിലുമുപരി ഏലിയ പ്രവാചകനെ പോലെയോ സർവവും ത്യജിച്ച് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓരോ സമർപ്പിതനും തന്റെ ജീവിതത്തിൽ ഇരട്ടി ചൈതന്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള അതീവ തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഏലിയ പ്രവാചകൻ, ആ പ്രവാചകന്റെ ഇരട്ടി ചൈതന്യം ലഭിച്ച എലീഷ പ്രവാചകൻ, അത്തരം തീഷ്ണതയോടും ചൈതന്യത്തോടും കൂടി വിളിച്ച നാഥിനു വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കുവാനായി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചവനാണ് ഓരോ സമർപ്പിതനും. അവരുടെ ജീവിതത്തിൽ ആത്മാവിൽ കൃപ നിറയുവാനും യേശുവിന്റെ വചനത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായി ഈ ഭൂമിയിൽ പ്രവർത്തന നിരതരാകുവാനും കർത്താവ് ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ സമർപ്പിതരെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് അവരെ തിരഞ്ഞെടുത്തതാണല്ലോ. ആ വിളി കേട്ട് അവർ അവരുടെ ജീവിതം നിനക്കായി വിട്ടുതന്നതാണല്ലോ. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവർ അങ്ങയുടെ പരിശുദ്ധ സഭയെ നയിക്കട്ടെ. അതിനു വേണ്ട ശക്തിയും ഓജസ്സും വിശുദ്ധിയും നിന്റെ ഇടയന്മാർക്കും നിന്റെ സമർപ്പിതർക്കും നിന്റെ വിശുദ്ധ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ.